ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ യാതൊരു പുതുമയില്ലാതെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്, ഫ്രം എഡ്മണ്ടൺ ടു ടൊറന്റോ. അപ്പോൾ ഇവിടെ സമ്മറാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് പുലർച്ചെ 12 മണിക്കാണ്. ഇപ്പം സമയം 9:15. അപ്പോൾ ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ ജേർണി ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ കുറേ നാളായി വ്ളോഗിങ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അങ്ങനെ ഓടിപ്പിടിച്ച പാക്കിങ്ങും റെഡിയാവലും എല്ലാം കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലെല്ലാം ലഗേജ് കയറ്റി ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ലഗേജ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 2 ആഴ്ചത്തെ ട്രിപ്പാണെന്ന്, പക്ഷെ 4 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനും ഞങ്ങൾക്ക് 2 പേർക്ക് വിശക്കാൻ തുടങ്ങി. പുറത്തിറങ്ങിയ ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കുമുള്ള ഒരു അസുഖമാണ് ഈ വിശപ്പിൻ്റെ. അങ്ങനെ ഓൺ ദ വേ ഞങ്ങളൊരു മെക്ഡി കണ്ടു. എന്നിട്ട് അതിൻ്റെ ഡ്രൈവ് ത്രൂവിൽ പോയി നമ്മൾ 2-3 സ്നാക്സും കോഫിയും വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. പുള്ളിക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ അവിടെ എവിടെയൊക്കെ കണ്ടു എന്ന് വരും. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കേണ്ട, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഇവിടെ ഇപ്പോൾ കാനഡയിൽ സമ്മർ ആയതുകൊണ്ട് നല്ല ഡേ ലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 9:30 സമയം. ഞങ്ങളങ്ങനെ പാർക്ക് ആൻഡ് ഫ്ലൈയിലെത്തി. നമ്മൾ ഓൾറെഡി ഇവിടെ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ടാവും എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ പാർക്ക് ആൻഡ് ഫ്ലൈനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഇവിടെ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നതാണ്. വണ്ടി എയർപോർട്ടിനടുത്ത് തന്നെ ഏതെങ്കിലും ഏജൻസി ത്രൂ പാർക്ക് ചെയ്ത് അവർ തന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യും. അങ്ങനെ നമ്മളെ അവർ എയർപോർട്ടിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തു. തിരിച്ച് നമ്മൾ വരുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ അവരുടെ ഷട്ടിൽ സർവീസ് അവിടെ എയർപോർട്ടിന് പുറത്തുണ്ടാവും. തിരിച്ചപ്പോൾ നമ്മൾ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് സെക്യൂരിറ്റി ചെക്ക് ഇൻ മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിനി സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോവുകയാണ്. നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുകയാണ്. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോവാണ്. ടൊറന്റോ എയർപോർട്ടിലെത്തി. ഫസ്റ്റ് മോട്ടോ ഈ ട്രിപ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നയഗ്ര ഫോൾസ് കാണാമെന്നാണ്. സെക്കൻഡ് തിങ് നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, 2-3 ദിവസം അവരുമായിട്ട് ഡേ സ്പെൻഡ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മീറ്റ് ചെയ്തപ്പോൾ എടുക്കാനുള്ള വീഡിയോൻ്റെ കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി. ഇനി 2 ദിവസം ഇവരുടെ കൂടെ ആയിരിക്കും ടൊറന്റോയിൽ. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നയഗ്രയ്ക്ക് വിട്ടു. കാരണം നയഗ്ര ആയിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ നമ്മൾ നേരെ നയഗ്രയ്ക്ക് പോവാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി നേരെ നയഗ്ര ഫോൾസ് എല്ലാം കണ്ട് വൈകുന്നേരം ഒരു ബോട്ട് ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം രാവിലെ പോയി നയഗ്രയുടെ ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട് എടുക്കുവാണ്. ഫൈനലി അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള നയഗ്ര ഫോൾസ് ഞങ്ങളെത്തി. ഈ പിന്നെ കാണുന്നതാണ് നയഗ്ര ഫോൾസ്. നയഗ്രയിൽ നമ്മൾ ചെന്ന ഉടനെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് ബിഹൈൻഡ് ദ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആ വാട്ടർഫോളിൻ്റെ ഓൾമോസ്റ്റ് ഒരു താഴെ പോയിട്ട് നമുക്ക് ഈ വാട്ടർഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിഹൈൻഡ് ദ ഫോൾസ്. അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ലിഫ്റ്റിൽ കയറി താഴെ വന്നിറങ്ങി. ഞങ്ങൾ ഈ കാണുന്ന വലിയൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം നടന്ന് എത്തുന്നതാണ്
നമ്മളുടെ നയഗ്ര ഫോൾസ് വ്യൂ പോയിൻറ്റ്. സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കാനഡ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നതാണ് നയഗ്ര വാട്ടർഫോൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മറിനൊന്നും മാത്രമല്ല, ഇവിടെ എല്ലായ്പ്പോഴും ആൾക്കാരും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത്, പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കുക പതിവാണല്ലോ. അങ്ങനെ ചറപറ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ടൈം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അടുത്ത നമ്മൾ പോയത് വേറൊരു വ്യൂ പോയിൻറ്റിലേക്കാണ്. അതായത് ഈ വന്ന ടണലിൽ തന്നെ ഒരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഫോൾസ് വന്ന് വീഴുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഒന്നുമില്ല, ജസ്റ്റ് പോയി കാണാം. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ഉച്ചയായിരുന്നു സമയം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ഷെൽബി ഷവർമയാണ്. ഇത് നയഗ്രയിലത്തെ ഒരു മെയിൻ ഫുഡ് സ്പോട്ടാണ്. അതായത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസിലും ഇതിലൊക്കെ ഭയങ്കര ഫേമസ് ആയ സ്പോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇവിടെ നമ്മൾ സാധാരണ ഷവർമ, റാപ്പ്, ബൗള്, ഡെസേർട്ട്സ് ഇതൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അവിടെ ബിരിയാണി ഷവർമ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ സമയത്ത് അത് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഷവർമ, ബൗള് ഇതൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഡെസേർട്ടായിരുന്നു. കുനാഫയും പിസ്താഷ്യോ കേക്ക്. വളരെ മൈൽഡ് മധുരത്തിൽ നല്ലൊരു ഫുഡായിരുന്നു അവിടുത്തെ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് എല്ലാവരും ഫ്രഷായി വന്നപ്പോഴേക്കും ബോട്ടിങ്ങിൻ്റെ സമയം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഫോൾസിൻ്റെ അവിടെ വന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ നയഗ്ര ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വാട്ടർ ഫോൾസ് കൂടിയിട്ടുള്ളതാണെന്ന് ആർക്കെങ്കിലും അറിയായിരുന്നു? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഓഫ് കോഴ്സ് കാനഡയിൽ ഒരു പോർഷൻ ഉണ്ട്, US-ലൊരു പോർഷൻ ഉണ്ട്. പക്ഷേ ആ റൈറ്റിൽ കാണുന്ന ചെറിയൊരു ഫോൾസും കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മളെ നയഗ്ര ഫോൾസ്. അങ്ങനെ വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞങ്ങൾ ചാടി തുള്ളിയാണ് ഈ ബോട്ടിൽ കയറുന്നത്. ഞാൻ എത്രമാത്രം നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ നയഗ്രയിലത്തെ ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് കോഴ്സ് നമ്മൾ നയഗ്ര ഫോൾസ് വന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതാണ് ദ ബെസ്റ്റ് പാർട്ടെന്ന്. പക്ഷെ അല്ല, ഈ ബോട്ട് ട്രിപ്പായിരുന്നു ദ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ട്രിപ്പ് തുടങ്ങി. ഈ ലെഫ്റ്റിൽ കാണുന്ന ഫസ്റ്റ് ഫോൾസാണ് US ഫോൾസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ചെറിയൊരു ഫോൾസാണ്, അത് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്ന് പറഞ്ഞാൽ. ആ ദൂരെ കാണുന്ന നമ്മളെ സ്വന്തം കനേഡിയൻ ഫോൾസ്. അങ്ങനെ ആ ഫോൾസിൻ്റെ അവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഫോൾസിൻ്റെ താഴെ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഈ വ്ളോഗിലില്ല കേട്ടോ. കാരണം വൺസ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് തന്നെ ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ വൈകുന്നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്ത് ഫുൾ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഫോട്ടോ എടുക്കൽ പരമ്പര ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നല്ലൊരു സമയം അവിടെ ചിലവഴിച്ചു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നയഗ്ര വരെ വന്നിട്ട് നയഗ്ര സ്ട്രീറ്റ് കണ്ടില്ലെങ്കിൽ അതൊരു മോശമാണല്ലോ. അപ്പോൾ ബോട്ട് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി. കാരണം ബോട്ട് റൈഡിന് പോയപ്പോൾ എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി റൂമിൽ പോയി ഫ്രഷായി ഞങ്ങൾ നയഗ്ര സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കും ഫുൾ ഓണുമായിരുന്നു. അങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് നടന്ന് ഇവിടെ ഇങ്ങനെ ഒരു കാർണിവൽ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ജൈൻറ്റ് വീല്, റൈഡ്സ്, അങ്ങനെ ആ സ്ട്രീറ്റിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അങ്ങനെ കുറച്ച് ദൂരെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ചുരോസ് ഷോപ്പ് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ചുരോസ് കാണുന്നത്. ചുരോസ് എന്ന് തന്നെ പറയാൻ തോന്നുന്നു. അങ്ങനെ ചുരോസ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി ഞങ്ങൾ 2-3 ഫ്ലേവറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ചുരോസൊക്കെ കഴിച്ച് കുറച്ച് നേരം ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കിനും രാത്രിയിലത്തെ ഫയർ വർക്ക്സിൻ്റെ ടൈമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഫോൾസിൻ്റെ അവിടെ നൈറ്റ് ഫയർ വർക്ക്സ് ഉണ്ട്. ഈ ഫയർ വർക്ക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഫയർ വർക്ക്സ്? കാനഡയിൽ ഇതിനെയൊക്കെ ഫയർ വർക്ക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടിൽ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഇതേമാതിരി ഫോൾസിൽ ലൈറ്റ് ഇടും.
അപ്പോൾ ആ ലൈറ്റ്സും കണ്ട് അങ്ങനെ കുറച്ച് നേരം ആ ഫോൾസിൻ്റെ അവിടെയൊക്കെ നടന്നു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ സ്ട്രീറ്റിൽ കൂടെ ഒരു നൈറ്റ് റൈഡ് പോയി. വെറുതെ ഒരു റൈഡ്. പിന്നെ ഫുഡ് മെയിൻലി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലോട്ട് പോവാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി. അന്നത്തെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ടൊറൻഡോ ഡൗൺ ടൗണിൽ പോകാനായിരുന്നു. ഞങ്ങൾ നയഗ്രയിലാണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൗൺ ടൗണിലേക്ക് പോവാണ്. അങ്ങനെ ഓൺ ദ വേ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിസ്സസ് ആഗയിലാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു ശരവണ ഭവനിൽ കയറി ഒരു ചൂട് കോഫി, ഊത്തപ്പം, രസവട, പിന്നെ വെറൈറ്റി ഓഫ് ദോശ, തൈര് വട എല്ലാം കഴിച്ച് ഹാപ്പിയായി ഞങ്ങൾ ഡൗൺ ടൗൺ എത്തി. അവിടെ നമ്മൾ ആദ്യം വാട്ടർ ടാക്സിയാണ് എടുത്തത്. അതായത് ഈ ഡൗൺ ടൗണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ടൊറൻഡോ ഐലൻഡ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമുക്ക് ഈ വാട്ടർ ടാക്സി ത്രൂവേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ ടിക്കറ്റ് എടുത്ത്, എനിക്ക് തോന്നുന്നു $12 അങ്ങനെയാണെന്ന് തോന്നുന്നു, ടിക്കറ്റ് എടുത്ത് നമ്മൾ 5 പേരും പിന്നെ ഒരു കനേഡിയൻ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ കാണുന്ന വാട്ടർ ടാക്സിയിൽ കയറി ഞങ്ങൾ ഐലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഡൗൺ ടൗണിൻ്റെ സ്കൈ ലൈൻ വ്യൂ ഒക്കെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ പോയ അന്ന് കുറച്ച് മഴയും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ എത്തിയ കറക്റ്റ് ടൈമിന് മഴയൊക്കെ നിന്ന് അങ്ങനെ അവിടെ പോയി നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഈ ഐലൻഡ് വളരെ വലുതാട്ടോ, അത് കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നൈറ്റ് ടൈം ആവുമ്പോഴേക്കിനും ഞങ്ങൾ തിരിച്ച് ഡൗൺ ടൗണിലേക്ക് പോകാനുള്ള പ്ലാൻ ആയി. അങ്ങനെ തിരിച്ച് വാട്ടർ ടാക്സി ആയിരുന്നില്ല, ഒരു ജങ്കാർ സെറ്റപ്പായിരുന്നു. അങ്ങനെ ഡൗൺ ടൗണിലെത്തി. അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ കുറേ തേരാപ്പാര നടന്നു. ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് കാറാണ്, ഈ ഡൗൺ ടൗണിൽ ഒക്കെ കണ്ടുവരുന്നതാണ്. അങ്ങനെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന് കുറേ എത്തിയപ്പോഴാണ് ഈ ബീവത്തേൻ്റെ ഷോപ്പ് കണ്ടത്. അതായത് ഇത് ഇവിടുത്തെ ഒരു ഡെസേർട്ടാണ്. നമ്മൾ നാട്ടിലത്തെ പൂരിയുടെ മേലെ കുറേ ടോപ്പിങ്സ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ CN ടവർ കാണാൻ പോയി. അങ്ങനെ CN ടവറൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കിനും നല്ല പോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡൗൺ ടൗണിൽ തന്നെയുള്ള ഈ ടൊറൻഡോ എന്ന് എഴുതിയതും പിന്നെ ഒരു ചെറിയ ഫൗണ്ടനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് മൊത്തത്തിൽ ആ ഡൗൺ ടൗൺ സ്ട്രീറ്റ്സിൽ കൂടെയൊക്കെ ഞങ്ങൾ കുറേ നടന്നു. അതായത് രാത്രി ഫുൾ വൈബായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ കണ്ണൂക്കാരൻ തട്ടുകട പറഞ്ഞ ഒരു ഷോപ്പിലാണ് പോയത്. അതായത് നമ്മളെ നാട്ടിലത്തെ തട്ടുകട ഒരു ഫീലൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാം ചില്ലുകൂട്ടിലിട്ട് വെച്ചേക്കുന്നു, പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ, ക്യാരറ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പാഴ്സലെടുത്ത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കനേഡിയൻ ബ്രേക്ക്ഫാസ്റ്റിന് പോയാലോ എന്ന്. അങ്ങനെ നൈഗ്രയിൽ തന്നെ അടുത്തുള്ള ഒരു, അതായത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു കഫേ പോലത്തെയാണ്. ഒരു ഏലിയൻ സെറ്റപ്പ്. എനിക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ആകെ ഫുഡിൻ്റെ വീഡിയോ മാത്രമേ എൻ്റെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. എല്ലാവരും മെയിൻലി എന്തായിരുന്നു, എഗ്ഗ്, സോസേജ്, പിന്നെ പാൻ കേക്ക്സ്, വാഫിൾസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷ് പറഞ്ഞു. പക്ഷെ നല്ല പോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ വയറ് ഫുള്ളായിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അത് നല്ലൊരു രസമുള്ള ഫുഡായിരുന്നു. അങ്ങനെ തിരിച്ച് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നയഗ്ര ഫോൾസിൽ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നയഗ്ര, അതായത് രാവിലെ വന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ റിട്ടേൺ പോവാണ്. അപ്പോൾ വീണ്ടും അവിടെ ചെന്ന്, അപ്പോൾ അന്ന് എന്തോ ഒരു പ്രൈഡ് പരേഡോ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ട് വീണ്ടും ഫോൾസ് ഒന്ന് കണ്ട് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ടൊറൻഡോന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെയും കൂടി കാണേണ്ടതുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ കോളേജ് മേറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ടൊറൻഡോ ട്രിപ്പ് ഓണായെങ്കിലും നമുക്ക് തീരെ ലീവ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോയി വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഡേ എങ്കിലും ഇവനൊന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ
എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇവനെ ജസ്റ്റ് ഒന്ന് കണ്ട് ഹായ് ബായ് പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. എപ്പോഴും നമ്മൾ ട്രിപ്പ് ഓണായി പ്ലാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മളുടെ എനർജി വളരെ ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ളൊരു പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഫസ്റ്റ് വ്ളോഗ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാം, പക്ഷേ ഇങ്ങനെയൊക്കെയല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഔട്ട് ഫ്രം AJ Vlogs.